ചിരിക്കുമ്പോൾ കുറച്ച് ഗംസ് കാണണം, കുറച്ച് പല്ല് കാണണം. സോഷ്യൽ സ്മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എക്സാജറേറ്റഡ് ഹ ഹ ഹ ഹ ഹ എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോഴത്തേക്ക് മോണ എത്ര വിസിബിൾ ആവുന്നു എന്ന് നമ്മൾ നോക്കും. ഒരാളുടെ ചിരി മനോഹരമാക്കുന്നതിൽ എന്തൊക്കെ ഘടകങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്? ലിപ്പിന്റെ ലെങ്ത്, ടീത്തിന്റെ ലെങ്ത്, ടീത്തിന്റെ സൈസ്, ടീത്തിന്റെ ഷേപ്പ്. എൻ്റെ വായിൽ ഞാൻ ഡെന്റൽ ജ്വല്ലറി എനിക്ക് തോന്നുന്നു 2013 ചെയ്തത്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പം ബ്രേസസ് ആകുമ്പോൾ കുറേ വായിൽ കോമ്പണൻസ് കാണും. അത് മെറ്റലുണ്ട്, സിറാമിക്കും ഉണ്ട്. പ്രൊജക്റ്റഡ് ആയിരിക്കും, പല്ലിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കായിരിക്കും. വെൽക്കം ടു ഹെൽത്ത് മലയാളം. നമ്മൾ ഒരാളെ ആദ്യം കാണുമ്പോൾ തന്നെ അവർ ശ്രദ്ധിക്കുന്ന ചിരിയാണല്ലേ. ഒരാളുടെ നല്ലൊരു ചിരി കണ്ടാൽ നമ്മുടെ മൂഡ് തന്നെ മാറും, നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. പക്ഷെ പല്ലിൻ്റെ ചെറിയ ചില പ്രശ്നങ്ങൾ കാരണം മനസ്സിലൊന്നും ചിരിക്കാൻ പറ്റാത്ത കുറേ പേര് നമ്മുടെ ഒപ്പമുണ്ട്. പക്ഷെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ മോഡേൺ ആയ ഡെന്റൽ ട്രീറ്റ്മെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചിരി സ്വന്തമാക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് നമ്മളോട് അധികം സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് കൊച്ചി കാക്കനാട് സ്മൈൽ ആൻഡ് ഷൈനിലെ പ്രമുഖ പ്രോസ്റ്റോഡോണ്ടിസ്റ്റും സ്മൈൽ ഡിസൈൻ എക്സ്പെർട്ടുമായ ഡോക്ടർ ഷൈൻ മേരി സാമാണ്. വെൽക്കം മാം. താങ്ക് യു. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുമ്പം നമ്മൾ ആദ്യം തന്നെ യൂസ് ചെയ്ത വാക്കാണ് പ്രോസ്റ്റോഡോണ്ടിസ്റ്റ്. അപ്പം നമ്മൾ അധികം ആരും കേൾക്കാത്തൊരു വാക്കാണിത്. ഇപ്പോൾ ഒരു സാധാരണ ഡെന്റിസ്റ്റും ഒരു പ്രോസ്റ്റോഡോണ്ടിസ്റ്റും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്താണ്? സാധാരണ ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 years കഴിഞ്ഞ് BDS പഠിക്കുന്നു, 5 years പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് MDS എടുക്കുമ്പോൾ എടുത്ത് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പ്രോസ്റ്റോഡോണ്ടിക്സ്. പ്രോസ്തറ്റിക് എന്ന അർത്ഥം. കാരണം ആർട്ടിഫിഷ്യലായ ടൂത്തിൻ്റെ റീപ്ലേസ്മെൻറ്റ്. അത് മാത്രമല്ല, ഹെഡ് ആൻഡ് നെക്ക് റീജിയനിൽ എന്തെങ്കിലും മിസ്സിങ് ആയിട്ട് കണ്ണിപ്പം ആക്സിഡൻറ്റിൽ എന്തെങ്കിലും കണ്ണ് പോയി, അല്ലെങ്കിൽ ചെവി പോയി, ക്യാൻസർ വന്നിട്ട് ലോവർ ജോ കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നാൽ അപ്പോൾ അവിടെ അത്രയും റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്, ഇതെല്ലാം ഈ പ്രോസ്റ്റോഡോണ്ടിക്സിൻ്റെ അകത്ത് വരുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് മാത്രമല്ല, പല്ലിൻ്റെ റീപ്ലേസ്മെൻറ്റും പ്രോസ്റ്റോഡോണ്ടിക്സ്കാരാണ് ഡീൽ ചെയ്യുന്നത്. ഫുൾ പല്ലെല്ലാം തേഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാ പല്ലിനെയും റീകൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരിക. അതിന് നമ്മൾ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ എന്ന് പറയും. ഒരു പല്ലും ഇല്ല, അപ്പം ഇംപ്ലാന്റ് എല്ലാം ഇട്ട് പല്ല് ഫുൾ ഡെൻച്ചർ ഘടിപ്പിക്കുന്നത്, അതും പ്രോസ്റ്റോഡോണ്ടിക്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അതുപോലെ സ്മൈൽ ഡിസൈനിങ്ങും പ്രോസ്റ്റോഡോണ്ടിക്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. സിറാമിക് വിനിയേഴ്സ്, ക്രൗൺസ്, റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് നമ്മൾ ക്യാപ്പ് കൊടുക്കുക, ഇതെല്ലാം പ്രോസ്റ്റോഡോണ്ടിസ്റ്റാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോസ്റ്റോഡോണ്ടിസ്റ്റ് ഡീൽ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഈ സ്മൈൽ ഡിസൈനിങ്ങിനെ പറ്റി നല്ല ബോധമുള്ളവരാണ്. അപ്പം കറക്റ്റ് അവരുടെ ഫേസ് അനുസരിച്ച് നമുക്ക് നല്ല സ്മൈൽ കൊടുക്കാനും, അതുപോലെ കറക്റ്റ് ബൈറ്റ്. നമ്മൾ ഒരു ജനറൽ ഡെൻറ്റിസ്റ്റിന് അത് പാടാണ്. കാരണം ഏതാണ് ബൈറ്റ് എന്ന് മനസ്സിലാവാതെ വെറുതെ ഒരു ക്യാപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കടിക്കുമ്പോൾ ആ ചെയ്ത ക്യാപ്പ് മാത്രം നമുക്ക് കടി കിട്ടും, ബാക്കി പല്ലിലൊന്നും ടച്ച് ആവില്ല. പക്ഷെ ഒരു പ്രോസ്റ്റോഡോണ്ടിസ്റ്റിൻ്റെ അണ്ടറിൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ബൈറ്റിലായിരിക്കും അവർ നമുക്ക് ആ ക്യാപ്പ് തരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലും ഫീൽ ചെയ്യത്തില്ല. അതുപോലെ പെർഫെക്ഷനിലായിരിക്കും ഒരു പ്രോസ്റ്റോഡോണ്ടിസ്റ്റ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ സ്മൈൽ ഡിസൈനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഭയങ്കര പോപ്പുലറാണ്. നമ്മൾ എവിടെ നോക്കിയാലും സ്മൈൽ ഡിസൈനിങ്ങിനെ പറ്റി നമ്മൾ കുറേ പോസ്റ്റ്സ് ആണെങ്കിലും ബിൽ ബോർഡ്സ് ആണെങ്കിലും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ സ്മൈൽ ഡിസൈനിങ് ഒരാളുടെ ചിരി മനോഹരമാക്കുന്നതിൽ എന്തൊക്കെ ഘടകങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്? ലിപ്പിൻ്റെ ലെങ്ത്ത്, ടീത്തിൻ്റെ ലെങ്ത്ത്, ടീത്തിൻ്റെ സൈസ്, ടീത്തിൻ്റെ ഷേപ്പ്, അതുപോലെ ഗം എത്ര വിസിബിളാണ്. ഇപ്പം ഐഡിയൽ സ്മൈൽ എന്ന് പറഞ്ഞാൽ ചിരിക്കുമ്പോൾ കുറച്ച് ഗംസ് കാണണം, കുറച്ച് പല്ല് കാണണം. മെയിൽസ് ആവുമ്പോഴത്തേക്ക് കുറച്ച് ഗംസും കുറച്ച് പല്ല് കാണുന്ന പോലെ ആയിരിക്കും. പക്ഷേ ഒരു ലേഡി ആണെങ്കിൽ കൂടുതൽ പല്ല് കാണണം. അപ്പോൾ അങ്ങനെ ഇതിനെല്ലാം ഒരു സയൻസ് ഉണ്ട്. യങ് ലേഡി ആകുമ്പോൾ വിസിബിലിറ്റി ഓഫ് ടീത്ത് ഷുഡ് ബി മോർ. യങ് മെയിൽ ആണെങ്കിൽ വിസിബിലിറ്റി ഓഫ് ടീത്ത് ഷുഡ് ബി മോർ, പക്ഷെ നോട്ട് ആസ് മച്ച് ആസ് എ ലേഡി. ഓൾഡ് പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ പല്ല് കുറച്ച് തേഞ്ഞിരിക്കും, കുറച്ച് പല്ലേ കാണത്തുള്ളൂ. അങ്ങനെ ഇതിനെല്ലാം ഒരു ക്രൈറ്റീരിയ ബേസ്ഡ് ആണ്. ഇപ്പം നമ്മളൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഫേസിന് എങ്ങനെയാണ് നമുക്കൊരു പല്ല് കൊടുക്കാൻ പറ്റുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ കൊടുക്കുക. നമ്മൾ കുറേ ഫോട്ടോഗ്രാഫ്സ് എടുക്കും പേഷ്യൻസിൻ്റെ. ഫോട്ടോഗ്രാഫ്സ് എടുത്ത് കുറച്ച് ചിരിപ്പിച്ച് നോക്കും. ഒരു ആൾക്ക് സോഷ്യൽ സ്മൈലും ഉണ്ട്, എക്സാജറേറ്റഡ് സ്മൈലുണ്ട്. ഇപ്പം സോഷ്യൽ സ്മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
എക്സാജറേറ്റഡ് ഹ ഹ ഹ ഹ ഹ എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോഴത്തേക്ക് മോണ എത്ര വിസിബിൾ ആവുന്നു എന്ന് നമ്മൾ നോക്കും. അപ്പോൾ ചിലർ സോഷ്യൽ സ്മൈലിൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല, ജസ്റ്റ് പല്ലേ കാണുന്നുള്ളാവും. പക്ഷെ അവർ വലിയ വായിൽ ചിരിക്കുമ്പോൾ അവരുടെ മോണ എല്ലാം ഇങ്ങനെ ഉന്തി കാണാൻ തുടങ്ങും. അപ്പോൾ അത് വൃത്തികേടായിരിക്കും. അപ്പം അങ്ങനെ നമ്മളെല്ലാം വീഡിയോസ് എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരാളുടെ സ്മൈലിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്താൽ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുമെന്ന്, അതനുസരിച്ച് നമ്മൾ അവരുടെ മോഡിഫിക്കേഷൻസ് എന്തൊക്കെ ചെയ്യണം എന്ന് ഞങ്ങൾ പേഷ്യൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. വെനീഴ്സ്, ഇംപ്ലാന്റ്സ്, അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു. എങ്ങനെയുള്ള പല്ലിനാണ് ഇത് യൂസ് ചെയ്യാറ്, ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ്, ആൻഡ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മെയിൻലി? വെനീഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കോസ്മെറ്റിക് പേർപ്പസിന് ചെയ്യുന്നതാണ്. നമുക്ക് കുഞ്ഞു പല്ലാണെങ്കിൽ, അല്ലെങ്കിൽ പല്ല് തമ്മിലുള്ള സ്പേസിങ് കൂടുതലാണെങ്കിൽ, കളറ് നമുക്കിഷ്ടമല്ലെങ്കിൽ, അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമ്മൾ വെനീഴ്സ് കൊടുക്കുന്നത്. അത് കംപ്ലീറ്റ്ലി ഒരു കോസ്മെറ്റിക് പ്രൊസീജിയറാണ്. ഇംപ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പല്ലില്ലെങ്കിൽ അവിടെ ഒരു പല്ല് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇംപ്ലാന്റ്. പല്ലിന് ബ്രേസസ്, കമ്പി ഇടാൻ എല്ലാവർക്കും ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പണ്ടത്തെ പോലെ കമ്പി ഇടാണ്ട് ട്രാൻസ്പെറൻറ്റ് ക്ലിയർ അലൈനേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സെയിം ട്രീറ്റ്മെൻറ്റ് കിട്ടാറുണ്ടല്ലേ. അപ്പോൾ അത് എത്രത്തോളം ഫലപ്രദമാണ്? ഇത് ഉണ്ടാവുമ്പോൾ കമ്പയർ ടു ബ്രേസസ് എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഇപ്പം ബ്രേസസ് ആകുമ്പോൾ കുറേ വായിൽ കോമ്പണൻസ് കാണും, കണ്ടിട്ടുണ്ടാവും. കുറച്ച് മെറ്റൽസ് എല്ലാം ഇങ്ങനെ, അത് മെറ്റലുണ്ട് സിറാമിക്കും ഉണ്ട്, പക്ഷെ അത് ഇങ്ങനെ എല്ലാം പ്രൊജക്റ്റഡ് ആയിരിക്കും, പല്ലിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കായിരിക്കും, എന്നിട്ടൊരു കമ്പിയൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് സ്മൈൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നല്ല മുറുക്ക്, അങ്ങനെ ഹാർഡായിട്ടുള്ള സാധനമൊക്കെ നമുക്ക് ഇടിച്ച് പൊടിച്ചൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ, പെട്ടെന്നൊന്നും നമുക്കത് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഈ അലൈനറിൻ്റെ കേസിൽ നമുക്ക് അലൈനർ ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ബ്രഷ് ചെയ്യാം, ക്ലീൻ ചെയ്ത് വെക്കാം, ഫുഡൊന്നും സ്റ്റക്കാവില്ല, കഴിക്കാനും എന്തു വേണേലും കഴിക്കാം. കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അലൈനർ കയറ്റി ഇട്ടാൽ മതി. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ അലൈനർ നമ്മൾ ഒത്തിരി കമ്പനീസ് ഉണ്ട് അലൈനേഴ്സിൻ്റെ. അപ്പോൾ നമ്മൾ അത് ഭയങ്കര കാര്യപ്പെട്ട് നോക്കേണ്ട ഒരു ഫീൽഡാണ്. ഏത് കമ്പനിയിലാണ് നമ്മൾ അലൈനേഴ്സ് എടുക്കുന്നത്, FDI അപ്രൂവ്ഡ് അലൈനേഴ്സ് ആണോ, ചെയ്യുന്ന ആൾ അലൈനർ സ്പെഷ്യലിസ്റ്റ് ആണോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അലൈനർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പല്ലുകളിൽ തിളങ്ങുന്ന ജ്വല്ലറീസ്, കല്ലുകളൊക്കെ പിടിപ്പിക്കുന്ന ഡെൻറ്റൽ ജ്വല്ലറി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വളരെയധികം പ്രവലൻ്റ് ആയിട്ട്, പോപ്പുലറായിട്ട് എല്ലാവരും ചെയ്യുന്ന കാണാറുണ്ട്. ഇങ്ങനെ ഡെൻറ്റൽ ജ്വല്ലറീസ് ചെയ്യുമ്പോൾ പല്ലിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റുമോ? അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ വായിൽ ഞാൻ ഡെൻറ്റൽ ജ്വല്ലറി എനിക്ക് തോന്നുന്നു 2013 ചെയ്തത്. ഇപ്പം അറൗണ്ട് 13 ഇയേഴ്സായി. ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. നല്ല ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് ചെയ്താൽ മതി, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന പല്ല് നല്ല സ്ട്രോങ്ങും ഹെൽത്തിയും ആയിരിക്കണം. തേഞ്ഞിരിക്കുന്ന പല്ലിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നിൽക്കണം എന്നില്ല. ആൾ വരുമ്പോൾ നമുക്ക് ആദ്യം നോക്കണം പല്ല് ഹെൽത്തി ആണോ, നല്ല ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് ഉള്ള ആളാണോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് ചെയ്യുമ്പോൾ ആൾക്കാർ, ഇപ്പോൾ ഒരാൾ ഡെൻറ്റൽ ജ്വല്ലറി ചെയ്യാനാണ് പോകുന്നതെങ്കിൽ അവർ മെയിൻലി ഇപ്പം ആസ് എ കസ്റ്റമർ അല്ലെങ്കിൽ ആസ് എ പേഷ്യൻറ്റ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എടുക്കേണ്ടത്? ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ബ്രഷ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ഏരിയ ബ്രഷ് ചെയ്ത് പോയാൽ മതി. എപ്പോഴും നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ട് വാ കഴുകുകയും ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് വെക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ സ്റ്റേ, അങ്ങനെ പോകുന്നില്ല. ഇപ്പം നമ്മൾ കുറേ ആൾക്കാർ പറഞ്ഞേക്കാറുണ്ട് താടിയെല്ലിലെ വേദന, TMJ, ടെമ്പറോമാൻഡിബുലാർ ജോയിൻറ്റ്, അതിൻ്റെ കാരണം എന്താണ്? ഇപ്പം നമ്മൾ സ്മൈൽ ആൻഡ് ഷൈനിനെ പറ്റി പറയുകയാണെങ്കിലും അവിടെ ക്ലിനിക്കിലാണെങ്കിലും ഇതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? TM ജോയിൻറ്റ് പെയിൻ ഉണ്ടാവുന്നതിന് ഒത്തിരിയും റീസൺസ് ഉണ്ട്. ആൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ശ്വാസം കിട്ടാതെ നൈറ്റ് ഗ്രൈൻഡിങ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ സ്ട്രെസ് കാരണം നൈറ്റ് ഗ്രൈൻഡിങ് ഉള്ളവരാണെങ്കിലോ, അല്ലെങ്കിൽ ബൈറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ റീസെൻ്റ്ലി എന്തെങ്കിലും ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരു ഹൈ പോയിൻ്റ്, വായിലൊരു ഹൈ പോയിൻ്റ് ഉണ്ടായിട്ട് അത് കറക്റ്റ് ചെയ്യാതിരുന്നാൽ, ഇപ്പം നമ്മൾ പലപ്പോഴും ഡോക്ടേഴ്സ് ചോദിക്കും ഒരു ഫില്ലിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാം ഓക്കെ ആയോ, അപ്പം അവർ പറയും ഓക്കെ ആയി, ഇനി ഓക്കെ ആയിക്കോളും ഡോക്ടറെ എന്ന് പറഞ്ഞ് അവർ അങ്ങ് എണ്ണിച്ചു പോകാൻ നോക്കും. പക്ഷെ അങ്ങനെയല്ല. ഒരു ഹൈ പോയിൻ്റ് നമ്മൾ
കടി കിട്ടുന്ന പോലെ തോന്നുവാണെങ്കിൽ ഒരു ഫില്ലിങ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി ഹൈ ആയിട്ട് തോന്നും, ആ പല്ല് മാത്രം ടച്ച് ആവുന്നു, ബാക്കി പല്ലൊന്നും ടച്ച് ആകുന്നില്ലെങ്കിൽ അത് മറ്റേ പല്ല് അപ്പുറം ഇപ്പുറം ഉള്ള പല്ലിൻ്റെ ലെവലിൽ ഫീൽ ആവുന്ന വരെ നമ്മൾ അത് കുറച്ചെടുക്കണം. അത് കുറച്ചെടുത്തില്ല, ബൈറ്റ് കറക്റ്റഡ് അല്ലെങ്കിൽ നമുക്ക് TM ജോയിൻറ്റ് ഇഷ്യൂ വരും, TM ജോയിൻറ്റ് പെയിൻ വരും. പിന്നെ ചിലർ ഒരു മാനറിസത്തിന് വേണ്ടി എപ്പോഴും കടിച്ചു പിടിച്ചിരിക്കും. ഇച്ചിരി വായിലെ പല്ലൊക്കെ ഒന്തിയവരാണെങ്കിൽ അവർ വാ അടച്ചു വെക്കാനുള്ള ശ്രമത്തിൽ എപ്പോഴും കടിച്ചു പിടിച്ചിങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ഇവിടുത്തെ മസിൽസ് എല്ലാം പെയിൻഫുൾ ആവും, പെയിൻ എടുക്കാൻ തുടങ്ങും, എന്നിട്ട് ആ ജോയിൻറ്റിനും പെയിൻ വരും. അപ്പോൾ എപ്പോഴും ഐഡിയലി നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രം അപ്പർ ജോയും ലോവർ ജോയും ടച്ച് ആകാവൂ. അല്ലാത്ത ടൈമിൽ എപ്പോഴും പല്ല് രണ്ടും ഇങ്ങനെ ടച്ച് ആവാതിരിക്കണം, ആ പൊസിഷനിലാണ് ഇരിക്കേണ്ടത്. ഒരിക്കലും ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കരുത്. ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മസിൽസിന് പെയിൻ വരും. അപ്പോൾ അത് TM ജോയിൻറ്റ് പെയിനിലോട്ട് മാറും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ചിലർക്ക് ഒരു സൈഡിലൊരു പല്ല് പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ആ സൈഡ് പിന്നെ അവർ ഉപയോഗിക്കത്തില്ല, മറ്റേ സൈഡ്. അപ്പോൾ യൂണിലാറ്ററൽ ചൂയിങ് ഹാബിറ്റ് ആണെങ്കിൽ ഒരേ സൈഡിൽ യൂസ് ചെയ്ത് പോകുമ്പോഴും TM ജോയിൻറ്റ് പെയിൻ വരും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാരണം നമുക്ക് TM ജോയിൻറ്റ് പെയിൻ ഇഷ്യൂസ് ഉണ്ടാവാം. ഇത് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ബൈറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ആദ്യം കറക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു അപ്ലയൻസ് കൊടുക്കും, സ്പ്ലിൻറ്റ് തെറാപ്പി എന്ന് പറഞ്ഞൊരു അപ്ലയൻസ് കൊടുക്കും. അത് കൊടുത്ത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ പെയിൻ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ആ ആളുടെ ബൈറ്റ് കറക്റ്റ് ചെയ്യുകയും അങ്ങനെ പെയിൻ റിലീവ് ആക്കാൻ പറ്റും. പിന്നെ ലേസർ ബീംസ് അടുപ്പിച്ച് ഫോട്ടോ ബയോമോഡുലേഷൻ ചെയ്തിട്ട് എവിടെയാണ് പെയിന് അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും.